സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. രാമായണത്തിൽ തത്വനിരൂപണത്തിൽ നമ്മൾ ഭരതൻ്റെ നേതൃത്വത്തിലുള്ള പൗരപ്രമുഖരും രാജപ്രമുഖരും ഒക്കെ വനത്തിൽ ചെന്ന് ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീർച്ചപ്പെടുത്തി രാജസഭ പിരിഞ്ഞതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീ ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമ പാർവതീപദേ ഹര ഹര മഹാദേവ. അങ്ങനെ നേരം പ്രഭാതമായപ്പോഴേക്ക് എല്ലാവരും ഒരുങ്ങി യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഭരതശത്രുഘ്നന്മാരും രാജമാതാക്കളാവുന്ന കൗസല്യ, സുമിത്ര, കൈകേയിമാരും സുമന്ത്രനും മറ്റു മന്ത്രിമുഖ്യന്മാരും വസിഷ്ഠ മഹർഷിയും കൂടി പുറപ്പെട്ടു. ആന, കുതിര, തേര് തുടങ്ങിയ രാജകീയ ആഡംബരങ്ങളും ഏതാനും കാലാൾ സൈന്യം ഒക്കെ ഈ കൂടെ പുറപ്പെട്ടു എന്നാണ് പറയണത്. ഈ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ അയോധ്യയിലെ പൗരജനങ്ങളും മിക്കവാറും അവരുടെ കൂടെ പുറപ്പെട്ടു എന്നാണ്. ആകപ്പാടെ വലിയൊരു ജനസഞ്ചയം എല്ലാ ആർഭാടങ്ങളോടും ആഡംബരങ്ങളോടും കൂടി യാത്രയായി എന്നാണ്. വാദ്യമേളഘോഷങ്ങളും സ്തുതിപാഠകരുടെ സ്തുതിഗാനങ്ങളും ജയശബ്ദങ്ങളോടും ബ്രാഹ്മണരുടെ ആശീർവാദ ഭജസുകളോടും കൂടിയിട്ട് ആ വമ്പിച്ച ഘോഷയാത്ര അങ്ങനെ പതുക്കെ പതുക്കെ പട്ടണത്തിൽ കൂടി നീങ്ങി ക്രമേണ പട്ടണവും കുഗ്രാമങ്ങളും പിന്നിട്ട് കാട്ടിലേക്ക് കയറി ദുരിതഗമനം തുടങ്ങി എന്ന് പറയുന്നു. ഇപ്പോൾ വാഹനങ്ങൾ ധാരാളം ഉണ്ടായിട്ടും ഭരതശക്തന്മാർ കാൽനടയായി തന്നെയാണ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. പലരും വളരെയൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അവർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നു. രാജമാതാക്കളും മന്ത്രിമുഖ്യന്മാരും പൗരപ്രധാനികളും സാമന്തന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠരും ഒക്കെ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുകയും ചെയ്തു. അപ്പോൾ പകൽ മുഴുവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് വൈകുന്നേരമായപ്പോഴേക്കും ശൃംഗിവേരപുരത്തിൻ്റെ പരിസരത്തിലെത്തി എന്നാണ്. അവിടെയാണല്ലോ ശ്രീരാമനും അന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ ഗംഗാതീരത്തുള്ള ഒരു മുക്കുവ ഗ്രാമമാണ് ശൃംഗിവേരപുരം എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഗുഹനാണ് അവിടുത്തെ രക്ഷാധികാരി. അപ്പോൾ ശ്രീരാമൻ ആ വഴിക്ക് വന്ന സമയം ഗുഹൻ വളരെ ഭക്തി ബഹുമാനങ്ങളോടെ അവരെ സൽക്കരിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഭരതശക്തന്മാർ എല്ലാ പരിവാരങ്ങളോടും കൂടി വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോഴും ഗുഹന് ബന്ധപ്പെട്ട് ഓടി വന്നു. പരിവാരങ്ങളെയും സന്നാഹങ്ങളെയും ഒക്കെ കണ്ടപ്പോൾ ഗുഹന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി എന്നവരാണ്. ഈ ഭരതൻ കാരണമാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ കാട്ടിൽ വെച്ചും രാമനെ എതിർക്കാനുള്ള പുറപ്പാടാണോ ഭരതൻ്റേതെന്നായിരുന്നു ഈ ഗുഹൻ്റെ സംശയം തന്നെ. പക്ഷെ വളരെ വേഗത്തിൽ സംശയം തീർന്നു. ജടാവൽക്കലധാരികളായിട്ടുള്ള ഭരതശത്രുന്മാരുടെ വേഷവും ശ്രീരാമവിരഹം കൊണ്ടുള്ള അവരുടെ പശ്ചാത്താപവും കണ്ടപ്പോൾ ഗുഹന് എല്ലാ സംശയവും തീർന്നു എന്നാണ്. അനന്തരം അവരോട് സംസാരിക്കുകയൂടി ചെയ്തപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ, തന്നേക്കാൾ എത്രയോ അധികം ഭക്തിയുണ്ട് ഭരതന് ശ്രീരാമനോട് എന്ന് ഗുഹന് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ശ്രീരാമനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഗുഹൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ആ രാജകീയ സംഘം മുഴുവനും അന്നേ ദിവസം ഗംഗാതീരത്ത് കഴിച്ചുകൂട്ടിയെന്നാണ് പറയണേ. പിറ്റേന്ന് പ്രഭാതത്തിൽ ഗുഹൻ തന്നെ അവർക്ക് നദി കടക്കാനായിട്ട് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തു. വലിയ തോണികൾ ധാരാളം കൊണ്ടുവന്നു. ജനങ്ങളെ സംഘങ്ങളാക്കി തിരിച്ച് മറുകരയ്ക്ക് കടത്തി. അതേപോലെ അലങ്കരിച്ച രാജകീയ നാമത്തിലെ കൗസല്യാദികളെയും അക്കരയ്ക്ക് എത്തിച്ചു. അങ്ങനെ ഗുഹനോട് യാത്രയും പറഞ്ഞ് ഭരതനും സംഘവും കാട്ടിൽ കൂടി ഇങ്ങനെ കാൽനട യാത്രയായി പോയി എന്നാണ്. അപ്പം ശ്രീരാമനെ പോലെ തന്നെ അവരും അന്ന് ഭരദ്വാജാശ്രമത്തിലാണ് എത്തിയത്. അപ്പോൾ ഭരദ്വാജ മഹർഷി വിവരമറിഞ്ഞ് അവരെ വേണ്ടതുപോലെ സൽക്കരിച്ചു. രാമഭക്തനും രാമമന്ത്രപാരായണനുമായിട്ടുള്ള മഹർഷിയുടെ സൽക്കാരങ്ങളെ സ്വീകരിച്ച അന്നേ ദിവസം അവരും അവിടെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് പ്രഭാതത്തിലെ ഭരദ്വാജ മഹർഷി പറഞ്ഞു കൊടുത്ത മാർഗത്തിലൂടെ അവർ മുന്നോട്ട് നീങ്ങി എന്നാണ്. അപ്പോൾ ശ്രീരാമൻ ഒരു ദിവസം ഭരദ്വാജാശ്രമത്തിൽ വിശ്രമിച്ച് പിറ്റേന്ന് ചിത്രകൂട പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള മഹർഷിമാരുടെ ആശ്രമ പരിസരങ്ങളിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ആ ഋഷി സംഘങ്ങളെയൊക്കെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം പരിസരത്തിൽ തന്നെ ഒരു ചെറിയ പർണശാലയൊക്കെ കെട്ടി താമസം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്കുള്ള മാർഗമാണ് ഭരദ്വാജ മഹർഷി നിർദ്ദേശിച്ചു കൊടുത്തതും.
ഭരതന്. അപ്പോൾ അതിനാൽ തന്നെ ഭരദ്വാജാശ്രമത്തിൽ നിന്നും പുറപ്പെട്ട ശേഷം ഭരതനും സംഘത്തിനും നേരെ ചിത്രകൂട പർവ്വതത്തെ നോക്കിയാണ് പിന്നെ നടന്നത് എന്നാണ്. അപ്പോൾ കാട്ടിൽ കൂടി ആയാസപ്പെട്ട് നടന്ന് വളരെ വഴി പിന്നിട്ട് ക്രമേണ അവർ ചിത്രകൂട പർവ്വതത്തിൻ്റെ പരിസരത്തിലെത്തി എന്ന് പറയുന്നു. അപ്പോൾ വിദൂരത്തിൽ തന്നെ വരിവരിയായിട്ടുള്ള ഋഷികോടാങ്ങളുടെ അറ്റത്തായിട്ടൊരു മൂലയിലുള്ള ശ്രീരാമൻ്റെ ഭരണകുടീരം ദൂരെ നിന്ന് തന്നെ കണ്ടു ഭരതൻ എന്നാണ്. അപ്പോൾ പുറത്ത് വള്ളി കെട്ടി വൽക്കലങ്ങൾ തോരാനിട്ടിട്ടുമുണ്ട്. അപ്പോൾ മന്ത്രഘോഷങ്ങൾ പല പർണശാലകളിൽ നിന്നും മുഴങ്ങുന്നുമുണ്ട്, ചിലതിൽ നിന്നും ഹോമധൂപം പരക്കുന്നുണ്ട്. സ്വതവേ തന്നെ രാമഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ ഭരതാദികൾ ഈ തപോമയമായിട്ടുള്ള വിശുദ്ധ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും ശ്രീരാമൻ്റെ ഭരണകുടീരത്തെ കാണുകയും കൂടി ചെയ്തപ്പോഴേക്ക് ആവിഷ്ടന്മാരായി എന്നാണ് പറയുന്നത്. അവരുടെ ഭക്തിപ്രവാഹം നിയന്ത്രണാതീതമായി തീർന്നു എന്നാണ്. ദേഹം മുഴുവൻ പൊട്ടിത്തെറിച്ച് രോമാഞ്ചാവൃതമായി എന്നാണ്. കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. അവരറിയാതെ കണ്ട് തന്നെ രണ്ട് കൈകളും ശിരസിലേക്ക് ഉയർന്ന അഞ്ജലീബദ്ധങ്ങളായിട്ട് രാമനാമം അവരുടെ നാവിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി എന്ന് പറയുന്നു. ആ വമ്പിച്ച ജനസഞ്ചയം മുഴുവൻ നാമഘോഷം കൊണ്ട് ആകാശത്തെ മുഖരിതമാക്കിയും ധാരധാരയായി കണ്ണീരൊഴുക്കിയും രോമാഞ്ചാവൃത ശരീരത്തോടും ശിരസിലെ അഞ്ജലീബദ്ധമായിട്ടുള്ള കൈകളോടും കൂടി സ്വരൂപത്തെ പ്രാപിച്ച ഭക്തിയെ എന്ന പോലെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ശബ്ദകോലാഹലങ്ങൾ കേട്ട് താമസികൾ ഈ ഉടജങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന് നോക്കിയപ്പോൾ അരവഘോഷം കേട്ട് എന്തെന്നറിയാനുള്ള ഉത്കണ്ഠയോടെ ശ്രീരാമനും പുറത്തു വന്ന് നോക്കി എന്നാ പറയണേ. അപ്പോൾ അയോധ്യയിൽ നിന്നും തന്നെ കാണാൻ വരുന്ന ജനങ്ങളുടെ കോലാഹലമാണ് ഇതെന്ന് മനസ്സിലായി ശ്രീരാമന്. പ്രശാന്തമായ ആശ്രമാന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടുള്ള അവരുടെ ഘോഷയാത്ര തീരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നല്ലോ. അപ്പോൾ അതിനാൽ പെട്ടെന്ന് തന്നെ ഭഗവാനും ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്നു. ശ്രീരാമചന്ദ്രനെ പുറത്ത് കണ്ടതോടെ എല്ലാവരും ആവേശഭരിതന്മാരായി മുന്നോട്ട് പാഞ്ഞടുത്തു എന്നാണ്. ഭരതൻ ആവേശഭരിതനായി ഓടി ഭഗവാന്റെ പാദങ്ങളിൽ വീണു. അപ്പോഴേക്ക് രാജ്ഞിമാരും മന്ത്രിമുഖ്യന്മാരും പ്രഭുക്കന്മാരും എല്ലാവരും ആശാഭരിതന്മാരായിട്ട് രാമചന്ദ്രൻ്റെ 4 ഭാഗവും തിരക്കി നിന്നു എന്നാണ്. അപ്പോൾ ലക്ഷ്മണൻ വളരെ വിഷമിക്കേണ്ടി വന്നു അവരെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനായിട്ട്. കാരണം ഈ പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷത്തിലെ അന്യോന്യം ആചാരോപചാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് ശാന്തരായി അന്യോന്യം കുശലപ്രശ്നവും ആരംഭിച്ചു എന്ന് പറയണു. അപ്പോൾ അയോധ്യയിലെ വർത്തമാനങ്ങളൊക്കെ അറിയാനാണ് ശ്രീരാമന് എത്തപ്പാട്. അതിനാൽ അതിനെ തന്നെ ആദ്യം പറയണമെന്ന് ആവശ്യപ്പെട്ടു. അച്ഛൻ്റെ ക്ഷേമ വർത്തമാനങ്ങളെയാണ് ആദ്യം ചോദിച്ചത്. അതിനാൽ ആദ്യം തന്നെ അവർ അനിഷ്ട വാർത്ത കേൾക്കേണ്ടി വരികയും ചെയ്തു. ഏതായാലും ദശരഥൻ്റെ ജന്മവാർത്ത കേട്ടതോടെ രാമലക്ഷ്മണന്മാരെ രണ്ടുപേരും ഒരുപോലെ മോഹാത്സ്യപ്പെട്ടു വീണു എന്നാണ് പറയണേ. ശീതോപചാരങ്ങളെ കൊണ്ട് സാന്ത്വന വാക്കുകളെ കൊണ്ടും കുറേ കഴിഞ്ഞപ്പോൾ പ്രജ്ഞ വന്ന് എഴുന്നേറ്റ് എല്ലാവരും കൂടി ഗംഗയിലേക്ക് കുളിച്ച് പിതൃർപ്പണം ചെയ്യാനായിട്ട് പോയി എന്ന് കഥയിൽ പറയണു. അപ്പോൾ തിലോദകം കൊടുക്കലും ആശോചദീക്ഷയും അടക്കം അങ്ങനെ പിതൃകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം അവർ കാര്യാലോചന ആരംഭിച്ചു എന്നാണ്. അപ്പോൾ ജ്യേഷ്ഠപുത്രനുള്ളതാണ് രാജ്യം. ആ അവകാശം ആര് തന്നെ നിഷേധിച്ചാലും പോവില്ല എന്നാണ്. അതുകൊണ്ട് ശ്രീരാമൻ അയോധ്യയിൽ വന്ന് പട്ടാഭിഷിക്തനായി രാജ്യം ഭരിക്കണം എന്നാണ് ഭരതൻ്റെ ആവശ്യവും അപേക്ഷയും. അങ്ങനെ ചെയ്യുന്നതിൽ ന്യായത്തിനും സത്യത്തിനും ഭംഗം ഇല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് ഭരതൻ പല യുക്തികളെയും പ്രമാണങ്ങളെയും ഒക്കെ അവതരിപ്പിച്ച് നോക്കി. അതൊക്കെ ശ്രീരാമൻ ശരിവയ്ക്കുകയും ചെയ്തു. എന്നാൽ അച്ഛനോട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുക എന്നത് അതിപ്രധാനമായ സംഗതിയാണ് എന്നും അത് ഒരു പ്രകാരത്തിലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ചെയ്ത പ്രതിജ്ഞ ചെയ്തത് തന്നെയാണ്, അത് ഒന്നുകൊണ്ടും ഇല്ലാതാവാനും പോകുന്നില്ല. അതുകൊണ്ട് 14 കൊല്ലം താൻ മുനിവൃത്തിയോടെ കാട്ടിൽ താമസിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്തതാണ്. അച്ഛനില്ലാതായി എന്നത് ഓർത്തുകൊണ്ട് പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുത്താൻ വയ്യ. എന്നാൽ അത് അസത്യമായിട്ടേ വരുവുള്ളൂ അങ്ങനെ ചെയ്താൽ. അപ്പോൾ പോരെങ്കിൽ രാജ്യലോഭം കൊണ്ട് അച്ഛനെ വഞ്ചിച്ചു എന്ന് പോലും പറയാനിടവരും. ആ കളങ്കം എങ്ങനെയും വരുത്തി വയ്ക്കാനായിട്ട് താൻ തയ്യാറല്ല. അതുകൊണ്ട് 14 കൊല്ലത്തെ വനവാസം കഴിഞ്ഞു വന്ന് രാജ്യം ഏറ്റെടുക്കാം.
അതുവരെ ഭരതൻ തന്നെ ഭരിക്കണം എന്നാണ് ശ്രീരാമൻ വാദിച്ചത്. അപ്പോൾ രണ്ടാൾക്കും ഇവിടെ ന്യായമുണ്ട്. അതിനാൽ വേഗത്തിൽ ഒന്ന് തെറ്റ് മറ്റേത് ശരി എന്ന് പറയാനും വയ്യ. അതുകൊണ്ട് എന്താണെന്ന് തീർച്ചപ്പെടുത്തേണ്ടതെന്ന് അറിയാതെ ജനങ്ങളും കുഴങ്ങി എന്ന് പറയുന്നു. അവസാനം വസിഷ്ഠ മഹർഷിയുടെ മധ്യസ്ഥ പ്രകാരം കാര്യം തീർച്ചപ്പെടുത്തി. ശ്രീരാമൻ 14 കൊല്ലം വനവാസം നടത്തട്ടെ, അതാണല്ലോ പ്രതിജ്ഞ. അത്രയും കാലം ഭരതൻ രാജ്യം ഭരിക്കട്ടെ, ശ്രീരാമൻ മടങ്ങി വന്നാൽ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. ഇതാണ് വസിഷ്ഠ മഹർഷിയുടെ മധ്യസ്ഥം. വളരെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അങ്ങനെ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. എന്നാലും ഭ്രാതൃഭക്തി കൊണ്ട് വശനായിട്ടുള്ള ഭരതൻ അത് സമ്മതിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയണേ. ജ്യേഷ്ഠന്മാരുണ്ടായിരിക്കെ താൻ സ്വതന്ത്രനായി രാജ്യം ഭരിക്കുക എന്നത് ഒരിക്കലും ചെയ്യില്ലെന്നതാണ് ഭരതൻ്റെ നിർബന്ധം. അതിനും അവസാനം ഒരു യുക്തി കണ്ടുപിടിച്ചു ഭരതൻ സ്വതന്ത്രനായിട്ട് വേണ്ട, ശ്രീരാമൻ്റെ പ്രതിനിധിയായിട്ട് രാജ്യഭരണം നിർവഹിച്ചാൽ മതി എന്നാണ് കണ്ടുപിടിക്കപ്പെട്ട യുക്തി എന്ന് പറയുന്നു. അപ്പോൾ അതിനെ ഭരതന് നിഷേധിക്കാനും കഴിഞ്ഞില്ല എന്നാണ്. അപ്പോൾ ശ്രീരാമൻ്റെ പാതകങ്ങളെ കൊണ്ടുവന്ന് രാജപ്രതിനിധിയായി സിംഹാസനത്തിൽ വെച്ച് ഭരതൻ ഒരു ഭൃത്യൻ്റെ നിലയ്ക്കാണ് ഭരണകൃത്യം നടത്തുക എന്ന ഈ അവസാനത്തെ തീർപ്പ്. അത് ഭരതന് സ്വീകാര്യമായി. എങ്കിലും അയോധ്യയിൽ വയ്യ. ജ്യേഷ്ഠനോട് കൂടാതെ താൻ അയോധ്യയിൽ പ്രവേശിക്കില്ല എന്നുകൂടി ഭരതനൊരു നിർബന്ധമുണ്ടായി എന്ന് പറയുന്നു. അതും അംഗീകരിക്കപ്പെട്ടു. അതുപ്രകാരം ഭരതൻ ശ്രീരാമൻ്റെ പാതകങ്ങളെ വാങ്ങി ഭക്തിയോടെ ശിരസിൽ വെച്ച യാത്രയും പറഞ്ഞ് എല്ലാ പരിജനങ്ങളോടും കൂടി മടങ്ങി അയോധ്യ പട്ടണത്തിൻ്റെ അടുത്തുള്ള നന്ദിഗ്രാമം എന്നുള്ള ചെറിയ ഗ്രാമത്തിൽ ശ്രീരാമൻ്റെ പാതകങ്ങളെ രാമബുദ്ധിയോടെ സിംഹാസനത്തിൽ വെച്ച് നിത്യേന വണങ്ങി എല്ലാ രാജ്യകാര്യങ്ങളെയും ശ്രീരാമനോടെന്ന പോലെ പാതകങ്ങളോട് അറിയിച്ചുകൊണ്ടും രാമനെന്ന പോലെ മുനിവൃത്തിയോടും തപശ്ചര്യയോടും കൂടി ദിവസങ്ങളെ എണ്ണി കണക്കാക്കിക്കൊണ്ടും കഴിഞ്ഞു വന്നു ഭരതൻ എന്നാണ്. അപ്പം മറ്റെല്ലാവരും അയോധ്യയിൽ യഥാസ്ഥാനത്തും കഴിഞ്ഞുകൂടി. ഇവിടെ വച്ചാണ് അയോധ്യാകാന്ഡം അവസാനിക്കുന്നത്. അപ്പോൾ അയോധ്യാകാന്ഡത്തിലെ ഒട്ടാകെയുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം ഇവിടെ പറഞ്ഞത്. ഇനി അതിൻ്റെ അന്തസത്തയിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ശ്രീരാമൻ രാജ്യം ഭരിച്ച് രാജാവായിട്ട് സുഖിച്ചുകൊണ്ട് അരമനയിൽ തന്നെ ഇരിക്കണമെന്നായിരുന്നു കൗസല്യയുടെ ഇച്ഛ. എന്നാൽ കൈകേയിയുടെ ആഗ്രഹം മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാമൻ അയോധ്യയിൽ തന്നെ ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു. കാട്ടിൽ പോയി പലതരത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കണമെന്നായിരുന്നു കൈകേയിയുടെ അഭിപ്രായം. കൗസല്യയ്ക്ക് പ്രത്യേകം നന്മയോ കൈകേയിക്ക് തിന്മയോ രണ്ടും രാമൻ ചെയ്തിട്ടില്ല. പക്ഷെ രണ്ടാളും ശ്രീരാമൻ്റെ അമ്മമാരുമാണ്. കൗസല്യ പെറ്റമ്മയാണ്, കൈകേയി അതല്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും കൈകേയിയും രാമനെ അതുവരെയും പുത്രനിർവിശേഷം ലാളിച്ചു വന്ന അമ്മയായിരുന്നു എന്നാണ് പറയണേ. എന്നിട്ടും രാമനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം ഇത്ര വിരുദ്ധങ്ങളായത് എങ്ങനെയാണ്? എന്താണ് അതിനർത്ഥം? ഒന്ന് ജ്ഞാനശക്തിയാണ്, മറ്റേത് ക്രിയാശക്തിയാണ്, അല്ലേ? അപ്പോൾ അവ രണ്ടും അന്യോന്യ വിരുദ്ധങ്ങളാണ് എന്നുള്ളതാണ്. ഒരിക്കലും തമ്മിൽ യോജിക്കാൻ വയ്യ. ജ്ഞാനശക്തിയെയാണ് കൗസല്യയായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്, ക്രിയാശക്തിയെയാണ് കൈകേയിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ക്രിയാശക്തിയിൽ കെട്ടിക്കിടന്ന് പലതരത്തിലുള്ള പ്രാരാബ്ധങ്ങൾ അതുണ്ടോ അനുഭവിക്കാതെ ജീവനെ വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജ്ഞാനമുണ്ടായാൽ പിന്നെ പ്രാരാബ്ധം അനുഭവിക്കേണ്ടതില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ പൂർവജന്മങ്ങളിലെ കർമ്മത്തിൻ്റെ അവശിഷ്ടമാണല്ലോ ഈ പ്രാരാബ്ധം എന്ന് പറയണത്. അപ്പോൾ ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് ഈ ജന്മം തന്നെ ഉണ്ടായിട്ടില്ല, പിന്നെ എന്ത് പൂർവജന്മമാണ്? അപ്പോൾ പൂർവജന്മങ്ങളില്ലെങ്കിൽ പിന്നെ പൂർവജന്മങ്ങളിലെ കർമ്മങ്ങളും അവയുടെ അവശിഷ്ടമാകുന്ന പ്രാരാബ്ധവും ഉണ്ടോ? ഉണ്ടാവാൻ വയ്യാത്തതാണ്. ഈ അഭിപ്രായത്തെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ജ്ഞാനിക്ക് പ്രാരാബ്ധം അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു വരാറുള്ളത്. പക്ഷേ ആ വാദം അത്രമാത്രം പ്രായോഗികമാണ് എന്ന് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്നാൽ ജ്ഞാനം വികസിച്ചാൽ പ്രാരാബ്ധം അനുഭവിക്കേണ്ട എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവുന്നത് എന്നാണെങ്കിൽ പ്രാരാബ്ധത്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ പ്രാരാബ്ധം വർദ്ധിച്ചിരിക്കുമ്പോൾ ജ്ഞാനം ദൃഢപ്പെടുക എന്നുള്ളത് വിഷമം തന്നെയാണ്. അപ്പം ജ്ഞാനം ദൃഢപ്പെട്ടു കഴിഞ്ഞാൽ വളരെ കുറച്ചേ പിന്നെ പ്രാരാബ്ധം ഉണ്ടാവുള്ളൂ എന്നാണ്. അതാകട്ടെ അറിയാതെ തന്നെ അനുഭവിച്ച് തീരുകയും ചെയ്യും. അപ്പോൾ ജ്ഞാനിക്ക് പ്രാരാബ്ധം
ബാധകമാവുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? പക്ഷെ അത് ഈ പറഞ്ഞ രീതിയിലാണ് എന്നും അത്രേ ഉള്ളൂ. അപ്പോൾ കൈകേയിക്ക് വളരെ കാലത്തിന് മുമ്പ് കിട്ടിയ വരപ്രതിജ്ഞയുടെ ഫലമാണല്ലോ രാമൻ അനുഭവിക്കാനിടയായത്. അപ്പോൾ ക്രിയാശക്തിയിൽ പൂർവകാലത്ത് നിക്ഷേപിച്ച വാസനാ ശതങ്ങൾ തന്നെയാണ് അതാത് ജന്മത്തിൽ ജീവൻ്റെ പ്രാരാബ്ധമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ജ്ഞാനമോ തപസ്സോ പൗരുഷമോ വീര്യമോ എന്തൊക്കെ ഉണ്ടായാലും പ്രാരാബ്ധം ഒരാളെ അനുഭവിക്കാതെ വിടാൻ പോകുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് രാമന് പല യോഗ്യതകൾ ഉണ്ടായിട്ടും കൈകേയിയുടെ ആജ്ഞയ്ക്ക് വഴങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ഗഹനമായിട്ടുള്ള തത്വാർത്ഥങ്ങളാണ്. തുടർന്നുള്ള ആ തത്വനിരൂപണം നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം, അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമ പാർവതീപദേ. ഹര ഹര മഹാദേവ.